ഭൂമിയിലെ അവസാനത്തെ പാലസ്തീൻകാരനും ശേഷിക്കുന്നതുവരെ ഈ സമരം തുടരും, ഇത്തരം പ്രതിഷേധ പരിപാടികൾ തുടരും, ഇത്തരം പോരാട്ടങ്ങൾ തുടരും. അതാണ് പാലസ്തീൻ്റെ ചരിത്രം എന്ന് പറയുന്നത്. പോരാട്ടത്തിൻ്റെ മറ്റൊരു പേരായി പാലസ്തീൻ ലോക ചരിത്രത്തിൽ തന്നെ അടയാളപ്പെട്ടു കഴിഞ്ഞു. നേരത്തെ ആമുഖത്തിൽ സൂചിപ്പിച്ചു, ഞാൻ KPCCയുടെ മീഡിയ പാനലിസ്റ്റാണ്, ഒരു കോൺഗ്രസ്സുകാരനാണ്. ഒരു കോൺഗ്രസ്സുകാരൻ എന്നുള്ള നിലയിൽ പാലസ്തീനെക്കുറിച്ചുള്ള കോൺഗ്രസിൻ്റെ നിലപാട് എന്ന് പറയുന്നത് പുതിയ ഒന്നല്ല. റോം വാസ് നോട്ട് ബിൽറ്റ് ഇൻ എ ഡേ എന്ന് പറയുന്നത് പോലെ, റോമ നഗരം ഒരു ദിവസം കൊണ്ട് ഉണ്ടാക്കപ്പെട്ടതല്ല എന്ന് പറയുന്നത് പോലെ, പാലസ്തീനെ സംബന്ധിച്ച് കോൺഗ്രസ് പാർട്ടി സ്വീകരിക്കുന്ന നയസമീപനം, നിലപാടെന്ന് പറയുന്നത് ഒരു ദിവസം കൊണ്ട് രൂപപ്പെട്ടതല്ല. നമ്മുടെ സ്വാതന്ത്ര്യ സമരം നടക്കുമ്പോൾ, ബ്രിട്ടീഷ് കൊളോണിയൽ വിരുദ്ധ ശക്തികൾക്കെതിരെയുള്ള നമ്മുടെ വലിയ പോരാട്ടങ്ങൾ നടക്കുമ്പോൾ, സമാന്തരമായി പാലസ്തീനുമായി ബന്ധപ്പെട്ടൊരു നയസമീപനം നമ്മൾ രൂപീകരിച്ചിരുന്നു. അത് രൂപീകരിച്ചിരുന്നത് മറ്റാരുമല്ല, മഹാത്മാഗാന്ധിയാണ്, നമ്മുടെ രാഷ്ട്രപിതാവാണ്. എന്താണ് ഗാന്ധി പറഞ്ഞത്? ഗാന്ധി അസന്നിഗ്ധമായി, അർത്ഥശങ്കയ്ക്ക് ഇടയില്ലാത്ത വണ്ണം പറഞ്ഞു, എങ്ങനെയാണ് ഇംഗ്ലണ്ട് ഇംഗ്ലീഷുകാർക്ക്, എങ്ങനെയാണ് ഫ്രാൻസ് ഫ്രഞ്ചുകാർക്ക്, അതുപോലെ അറബികൾക്ക് അവകാശപ്പെട്ടതാണ് പാലസ്തീൻ എന്ന് പറഞ്ഞത് മഹാത്മാഗാന്ധിയാണ്. ഗാന്ധിയുടെ നിലപാടാണ്. അങ്ങനെ കൃത്യമായി പറഞ്ഞ അതിൻ്റെ കൂട്ടത്തിൽ ഗാന്ധി ഒന്നുകൂടി പറഞ്ഞു, പാലസ്തീനെതിരെ നടക്കുന്ന ആക്രമണം എന്ന് പറയുന്നത് ഏതെങ്കിലും രാഷ്ട്രത്തിന് നേരെ, ഏതെങ്കിലും സമൂഹത്തിന് നേരെ നടക്കുന്ന ആക്രമണമല്ല, മറിച്ച് മനുഷ്യരാശിക്ക് നേരെ നടക്കുന്ന ആക്രമണം എന്ന് പറഞ്ഞ ഗാന്ധിയൻ സമീപനത്തിൻ്റെ നിലപാട് തറയിലാണ് ഈ രാജ്യത്തിന് പാലസ്തീനോടുള്ള അനുഭാവം, ഐക്യദാർഢ്യം അത് രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നത്. പിന്നെ ഗാന്ധിക്ക് ശേഷം ജവഹർലാൽ നെഹ്റു വരുമ്പോൾ, അദ്ദേഹത്തിൻ്റെ രാജ്യത്തിൻ്റെ പരമാധികാരത്തിൽ അധിഷ്ഠിതമായ ഒരു പുതിയ വിദേശ നയം രൂപപ്പെടുമ്പോൾ, ചേരിചേരാ നയമായിരുന്നു അതിൻ്റെ മുഖമുദ്രയെങ്കിൽ, അറബ് രാജ്യങ്ങളോടുള്ള സൗഹാർദ്ദം, സൗഭ്രാത്രം, അതിൻ്റെ കൂട്ടത്തിൽ പാലസ്തീനോടുള്ള നയം വളരെ കൃത്യമായിരുന്നു. ഇന്ദിരാഗാന്ധിയെക്കുറിച്ച് ഞാൻ പറയേണ്ടതുണ്ടോ? ഇന്ദിരാഗാന്ധിയുടെ ചരമ ശുശ്രൂഷ വേളയിൽ ഇന്ദിരാഗാന്ധി സ്വയം അംഗരക്ഷകരാൽ അവിചാരിതമായി വെടിയേറ്റ് നിൽക്കുന്ന ആ ദുരന്ത മുഹൂർത്തത്തിൽ മഹാനായ യാസർ അറാഫത്ത് ഗദ്ഗദ പറഞ്ഞത്, എനിക്കെൻ്റെ ഏക സഹോദരിയെ നഷ്ടപ്പെട്ടു എന്നാണെങ്കിൽ, പിന്നീട് രാജീവ് ഗാന്ധി മരിക്കുമ്പോഴും അവിടെ യാസർ അറാഫത്തിൻ്റെ സാന്നിധ്യമുണ്ട്. അടുത്ത കാലത്ത് ഇന്ത്യൻ പാർലമെന്റിനകത്തേക്ക് പ്രിയങ്ക ഗാന്ധി കടന്നു വരുമ്പോൾ അവരുടെ ഒരു ബാഗിനകത്ത് പാലസ്തീൻ്റെ മുദ്ര നമ്മൾ കാണുമ്പോൾ, തലമുറകളിൽ നിന്ന് തലമുറകളിലേക്ക് കൈമാറി വന്ന ഒരു രാജ്യത്തോടുള്ള ഐക്യദാർഢ്യത്തിൻ്റെ അനിതര സാധാരണമായ ചരിത്രമാണ് നമ്മളെ സംബന്ധിച്ച് പാലസ്തീൻ എന്ന് പറയുന്നത്. പക്ഷെ ഇവിടുത്തെ സംഘപരിവാർ ഭരണകൂടം, ഇവിടുത്തെ ഹിന്ദുത്വ ഭരണകൂടം, ഇവിടുത്തെ വംശീയ ഹിന്ദുത്വം എന്തുകൊണ്ട് പാലസ്തീൻ അനുകൂല നിലപാടിനെ പിന്നോട്ട് നയിക്കാൻ ശ്രമിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഉത്തരം വളരെ വ്യക്തമാണ്. കാരണം സയനിസവും സംഘപരിവാറും ഒരമ്മ പെറ്റ സഹോദരന്മാരാണ് എന്നുള്ളിടത്താണ് അതിൻ്റെ യാഥാർത്ഥ്യം എന്ന് പറയുന്നത്. പൗരത്വ സമരകാലത്ത് പൗരത്വവുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം, ഇന്ത്യക്കകത്ത് ഒരു ഹിന്ദുത്വ പൗരത്വ പദ്ധതി കൊണ്ടുവരാനാണ് സംഘപരിവാർ ശ്രമിച്ചത്. അവരെ സംബന്ധിച്ച് അതിൻ്റെ മാതൃക എന്ന് പറയുന്നത് ഇസ്രായേലാണ്. ലോകത്തെ പൗരത്വമുണ്ടായ, ലോക ചരിത്രത്തിൽ പൗരത്വം രൂപപ്പെട്ട വഴികളുണ്ട്, പൗരത്വത്തിൻ്റെ പരിണാമങ്ങളുണ്ട്. രാജാധികാരത്തിൽ നിന്ന് സ്വതന്ത്ര പരമാധികാര റിപ്പബ്ലിക്കായി മാറുമ്പോൾ പ്രജ എന്ന് പറയുന്നത് പൗരനായി മാറുന്നുണ്ട്. അങ്ങനെ പ്രജയുടെ സ്ഥാനത്ത് ദേശീയ പൗരത്വം, നാഷണാലിറ്റി സിറ്റിസൺഷിപ്പ് എന്ന് പറയുന്നതാണ് നേഷൻ സ്റ്റേറ്റ് എന്ന് പറയുന്ന ദേശരാഷ്ട്രത്തിൻ്റെ തുടക്കം. അങ്ങനെയാണ് ഇംഗ്ലീഷുകാരൻ ഇംഗ്ലണ്ടിലെ പൗരനും, ഫ്രഞ്ചുകാരൻ എന്ന് പറയുന്നത് ഫ്രാൻസിൻ്റെ പൗരനും, ആഫ്രിക്കക്കാരൻ എന്ന് പറയുന്നത് ആഫ്രിക്കയിലെ പൗരനും ആയി മാറുന്നത്. പക്ഷേ ലോകത്തെ അങ്ങനെ പൗരത്വം പരിണമിച്ചു വരുമ്പോൾ ലോകത്തിൻ്റെ ചരിത്രത്തെ പിന്നിലേക്ക് നയിച്ച, റിവേഴ്സ് ഗിയറിലേക്ക് കൊണ്ടുവന്ന ഒന്നിൻ്റെ പേരാണ് ഇസ്രായേൽ. ഇസ്രായേലിൻ്റെ പൗരൻ എന്ന് പറയുന്നത് ആരാ? ഇസ്രായേലിൻ്റെ പൗരൻ എന്ന് പറയുന്നത് ഇസ്രായേലുകാരനല്ല. ഇസ്രായേൽ എന്ന രാജ്യം രൂപപ്പെടുമ്പോൾ കണ്ണൂർ മുനിസിപ്പാലിറ്റിയുടെ മാത്രം വലിപ്പമുള്ള, കോർപ്പറേഷന്റെ മാത്രം വലിപ്പമുള്ള ഒരു ഭൂപ്രദേശത്തിനകത്ത് ഇസ്രായേൽ എന്ന രാജ്യം രൂപപ്പെടുമ്പോൾ ആരായിരിക്കണം ഇസ്രായേലിന്റെ പൗരൻ എന്ന് പറയുന്ന ചോദ്യം ഉയർന്നപ്പോൾ
അവിടെ ഇസ്രായേലിന് നിയതമായൊരു ഭരണഘടനയില്ല. ഇസ്രായേലിന്റെ പൗരൻ എന്ന് പറയുന്നത് യഹൂദനാണ്. ദേശീയ പൗരത്വത്തിന്റെ സ്ഥാനത്ത് ഇന്ത്യയിൽ ഇന്ത്യക്കാരൻ, ബ്രിട്ടനിൽ ബ്രിട്ടീഷുകാരൻ, ഫ്രാൻസിൽ ഫ്രഞ്ചുകാരൻ എന്ന് പറയുന്ന ലോകത്തെ ദേശീയതകൾ രൂപപ്പെട്ടതിന്റെ സ്ഥാനത്ത്, നാഷണാലിറ്റി സിറ്റിസൺഷിപ്പിന്റെ സ്ഥാനത്ത് വംശീയ സിറ്റിസൺഷിപ്പ്, പൗരത്വം, റേഷ്യൽ സിറ്റിസൺഷിപ്പ് സ്ഥാപിച്ചു സയണിസം. അങ്ങനെ ആരായിരിക്കണമെന്ന് പറയുമ്പോൾ ലോകത്തെങ്ങുമുള്ള യഹൂദരുടെ സ്വാഭാവിക ആവാസ സ്ഥാനമാണ് ഇസ്രായേൽ എന്ന് എഴുതി വയ്ക്കുമ്പോൾ നമുക്കറിയാം, ഇങ്ങ് കേരളത്തിൽ മാളയിൽ നിന്നും മട്ടാഞ്ചേരിയിൽ നിന്നൊക്കെ മലയാളികളായ യഹൂദന്മാരടക്കം അവിടേക്ക് പോയി. പിന്നീട് അവർക്ക് അവിടെ നേരിടേണ്ടി വന്ന ദുരിതങ്ങളുടെ വലിയ കഥകളുണ്ട്, അതിലേക്ക് ഞാൻ കടക്കുന്നില്ല. അങ്ങനെ ലോകത്തെ ഇസ്രായേലിന്റെ ഒരു യഹൂദ ആവാസഗേഹം സൃഷ്ടിക്കുന്നത് പോലെ ഇന്ത്യൻ പൗരത്വ പരിഷ്കരണ പദ്ധതിയുമായി സംഘപരിവാർ മുന്നോട്ട് വെക്കുന്നത് എന്താ? ഇന്ത്യയുടെ, ബംഗ്ലാദേശിലെ, പാകിസ്ഥാനിലെ ഹിന്ദുക്കളുടെ സ്വാഭാവിക ആവാസ സ്ഥാനമാണ് ഇന്ത്യ എന്ന് പറയുമ്പോൾ സംഘപരിവാറും സയണിസവും അവരുടെ ആ പറയുന്ന ജനിതക സ്വഭാവം പ്രകടിപ്പിക്കുകയാണ്. ലോകത്തെ സംബന്ധിച്ച് ഇപ്പോൾ പാലസ്തീൻ പ്രമേയമായി വരുന്ന ഇത്തരം പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിക്കപ്പെടുന്നു. മലയാളികളെ സംബന്ധിച്ച് നമ്മളൊരു അന്താരാഷ്ട്ര സമൂഹമാണെന്ന് പറയാറുണ്ട്. നെൽസൺ മണ്ടേല ആഫ്രിക്കയിൽ തടവിലാക്കപ്പെട്ടപ്പോൾ അതിനെതിരെ ഫ്രീ മണ്ടേല എന്ന് പറഞ്ഞ ആളുകളാണ്. അന്നാരും നെൽസൺ മണ്ടേലയുടെ മതം ചോദിച്ചിട്ടില്ല. ഫിഡൽ കാസ്ട്രോയുടെ ക്യൂബയ്ക്ക് വേണ്ടി തെരുവിലിറങ്ങിയ ആളുകളാണ് മലയാളികൾ. പക്ഷേ ഇപ്പോൾ പാലസ്തീൻ അനുകൂല പ്രകടനങ്ങൾ വരുമ്പോൾ ചില ആളുകൾ അതിനകത്ത് മതം തിരയുന്ന ഒരു പ്രവണത വരുന്നെങ്കിൽ മലയാളിയുടെ പുരോഗമനത്തെ ചോദ്യം ചെയ്യുന്ന ഒരു സാഹചര്യത്തിലേക്ക് നമ്മൾ എത്തിച്ചേരുകയാണ്. ഇപ്പോൾ പാലസ്തീൻ അനുകൂലമായി ശബ്ദിക്കണമെങ്കിൽ നിങ്ങൾക്ക് അതിന് വിശദീകരണം കൊടുക്കേണ്ട അവസ്ഥയിലേക്ക് എത്തിച്ചേരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞു, പാലസ്തീൻ എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ച് അതൊരു മതപ്രശ്നമല്ല, മറിച്ച് മനുഷ്യത്വത്തിന്റെ മാനവികതയുടെ പ്രശ്നമാണ്. ഒരു ജനതയെ, ഒരു സമൂഹത്തെ മുക്കിക്കൊല്ലാൻ, കൂട്ടാത്മഹത്യക്ക് പ്രേരിപ്പിക്കാനുള്ള നിരന്തരമായ പരിശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതൊരു മനുഷ്യത്വം, നമ്മുടെ മനുഷ്യത്വത്തിന്റെ ഒരു ലിറ്റ്മസ് ടെസ്റ്റായി, നമ്മുടെ മനുഷ്യത്വത്തിന്റെ ഒരു പരീക്ഷണമായി, നമ്മുടെ മനുഷ്യത്വം എന്താണ്, മനുഷ്യത്വം നിങ്ങളിൽ അവശേഷിക്കുന്നുണ്ടോ എന്നുള്ളതിൻ്റെ ഒരു അടയാളമായി പാലസ്തീൻ മാറിക്കഴിഞ്ഞിരിക്കുന്നു. നിങ്ങളൊരു മനുഷ്യനാണെങ്കിൽ, നിങ്ങളിൽ മനുഷ്യത്വം അവശേഷിക്കുന്നുവെങ്കിൽ നിങ്ങൾ പാലസ്തീൻ്റെ കൂടെ നിൽക്കുക എന്ന് പറയുന്നിടത്തേക്ക് കാര്യങ്ങൾ എത്തുകയാണ്. ഇവിടെ പാലസ്തീനെ സംബന്ധിച്ച് നമുക്കറിയാം, നേരത്തെ സൂചിപ്പിച്ചു, പാലസ്തീൻ എന്ന് പറയുന്നത് പോരാട്ടത്തിന്റെ മറ്റൊരു പേരാണ്. പോരാട്ടം അവസാനിക്കുന്നില്ല. ഇവിടെ നമ്മൾ നമ്മുടെ കുട്ടികളെ വളർന്നു വരുമ്പോൾ ഡോക്ടറും എഞ്ചിനീയറും സിവിൽ സർവന്റുമായി പരിശീലിപ്പിക്കുമ്പോൾ പാലസ്തീനിലെ ഉമ്മമാർ അവരുടെ മക്കളെ രക്തസാക്ഷികളാകാൻ പരിശീലിപ്പിക്കുന്നിടത്താണ് ആ രാജ്യത്തിന്റെ പോരാട്ട വീര്യം. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല, എനിക്ക് തോന്നുന്നു എനിക്ക് അനുവദിക്കപ്പെട്ട സമയം ഇവിടെ 9 മണിക്ക് ഈ പരിപാടി അവസാനിപ്പിക്കണമെന്ന് തോന്നുന്നു. പ്രത്യേകിച്ചും ഇത്തരം പരിപാടികൾ ഈ സംഘടന സംഘടിപ്പിക്കുമ്പോൾ, പ്രത്യേകിച്ചും പാലസ്തീനാണ് വിഷയമെങ്കിൽ അപ്പുറത്ത് പോലീസ് ഉണ്ടാകും എന്ന തിരിച്ചറിവ് വളരെ കൃത്യമായുള്ള ഒരാളാണ്. പക്ഷേ ഇവിടെ മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട എഴുത്തുകാരൻ വൈക്കം മുഹമ്മദ് ബഷീർ പറഞ്ഞതുപോലെ നമ്മുടെ സമയം പരിമിതമാകും. പക്ഷേ അള്ളാഹുവിൻ്റെ ഖജനാവിൽ അനന്തമായ സമയമുണ്ട്. പാലസ്തീൻ്റെ പോരാട്ടങ്ങൾ അനന്തമായി നീളുകയും നമ്മുടെ ഐക്യദാർഢ്യങ്ങളും നീളേണ്ടതുണ്ട്. നമ്മൾ ഇനിയും കൂടുതൽ പാലസ്തീനോട് ഐക്യപ്പെടുക, മനുഷ്യത്വത്തോട് ഐക്യപ്പെടുക എന്ന് പറഞ്ഞുകൊണ്ട് കൃത്യസമയത്ത് തന്നെ ഈ സംസാരം അവസാനിപ്പിക്കുന്നു.